നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ ആയാലും സർക്കാരിലാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസം സംഗതി എത്തിയിട്ടുണ്ട്. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ബോഡി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്വേഷ പ്രസംഗങ്ങളെയും ചിഹ്നങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള പുതിയ നിയമനിർമ്മാണം തിങ്കളാഴ്ച സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുമെന്ന് NSW സർക്കാർ പ്രഖ്യാപിച്ചു. വിദേശ പ്രസംഗങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മെറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. വിദ്വേഷം ജനിപ്പിക്കുന്നതോ അക്രമത്തെ മഹത്വപ്പെടുത്തുന്നതോ സമൂഹങ്ങളെ ഭയപ്പെടുത്തുന്നതോ ആയ മുദ്രാവാക്യങ്ങൾക്കോ ചിഹ്നങ്ങൾക്കോ ന്യൂ സൌത്ത് വെയിൽസിൽ സ്ഥാനമുണ്ടാകില്ല എന്നും മെറ്റ്സ് വ്യക്തമാക്കി. കുറ്റകൃത്യത്തിനുള്ള പരമാവധി ശിക്ഷ 2 വർഷം തടവോ $22,000 പിഴയോ സംഘടനകൾക്ക് $110,000 വരെയും ശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റമായി ഇത് മാറ്റും. കൂടാതെ പൊതുസമ്മേളനങ്ങളിൽ ആളുകളുടെ മുഖംമൂടികൾ നീക്കം ചെയ്യുന്നതിന് പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകും. ബോണ്ടായി ബീച്ച് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് കമ്മീഷണർ ക്രിസി ബാരറ്റിന്റെ പേരിൽ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കെതിരെ AFP മുന്നറിയിപ്പ് നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച കമ്മീഷണറുടെ വാക്കുകൾ വളച്ചൊടിച്ചും മാറ്റം വരുത്തിയുമാണ് ഇത്തരം വ്യാജ പോസ്റ്റുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മീഷണർ ബാരറ്റ് നടത്തിയ ഔദ്യോഗിക പ്രസ്താവനകളും AFPയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങളിൽ വഞ്ചിതരാകാതിരിക്കാനായി പൊതുജനങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോണ്ടായി ബീച്ച് ഭീകരാക്രമണത്തിനിടെ തന്റെ സമയോചിതമായ ഇടപെടൽ വഴി ബോണ്ടായി ഹീറോ ആയി മാറിയ അഹമ്മദ് അൽ അഹമ്മദി എന്ന യുവാവിനായി നടത്തിയ ഫണ്ട് റൈസിംഗ് വഴിയുള്ള തുക ആശുപത്രിയിലെത്തി നേരിട്ട് നൽകി സംഘാടകർ. ഗോഫണ്ട്മി പേജിന്റെ സ്ഥാപകരാണ് $2.5 മില്യൺ തുകയുടെ ചെക്ക് അദ്ദേഹത്തിന് കൈമാറിയത്. അക്രമി തുടർച്ചയായി വെടിയുതിർക്കുന്നത് കണ്ട അഹമ്മദ് ആയുധങ്ങളും ഒന്നുമില്ലാതിരുന്നിട്ടും അക്രമിയെ തടയാൻ മുന്നോട്ട് വരികയായിരുന്നു. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിച്ചുവെങ്കിലും അക്രമിയെ നേരിടുന്നതിനിടെ അഹമ്മദിന് വെടിയേറ്റിരുന്നു. നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടാകാൻ പോകുന്നത് കടുത്ത കാലാവസ്ഥാ വ്യതിയാനമെന്ന റിപ്പോർട്ട്. ചൂടും ഈർപ്പവും ശക്തമായ ഇടിമിന്നലും ഉഷ്ണമേഖല കൊടുങ്കാറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ക്രിസ്മസ് ദിനത്തിൽ പടിഞ്ഞാറൻ മേഖലയിൽ കൊടുങ്കാറ്റുണ്ടാകാനുള്ള സാധ്യതയും ബിഒഎം അറിയിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളും നിലനിൽക്കുന്നുണ്ട്. അതേസമയം സിഡ്നി നഗരത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 42.2 ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡ് ചൂടാണ്. 1957 ശേഷമുള്ള ഡിസംബർ മാസത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണത്. സിഡ്നിയിലെ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂളിംഗ് സെന്ററുകളും തുറന്നിട്ടുണ്ട്. 15 ടൺ ലിഥിയം അയൺ ബാറ്ററികൾ വഹിച്ചുകൊണ്ടിരുന്ന ഒരു ട്രക്ക് തീപിടിച്ചതിനെ തുടർന്ന് ന്യൂ സൌത്ത് വെയിൽസിലെ പ്രധാന ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. യാസിനടുത്തുള്ള ഹ്യൂം ഹൈവേയിൽ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത്. ദിവസങ്ങളോളം ഗതാഗത തടസ്സം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 2 ട്രെയിലുകളുള്ള ട്രക്കിലെ ബി ട്രെയിലറിൽ 300 കിലോഗ്രാം ഭാരമുള്ള 50ഓളം ബാറ്ററികൾ ഉണ്ടായിരുന്നുവെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ NSW വിഭാഗം വ്യക്തമാക്കി. ലിഥിയം ബാറ്ററി തീപിടുത്തം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിനെ തുടർന്നാണ് നിലവിലെ യാത്രാ നിയന്ത്രണം. അഡ്ലേഡ് ഓവലിൽ നടക്കുന്ന ആഷസ് പരമ്പരയിലെ 3ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ പതറുന്നു. 435 റൺസ് വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എന്ന നിലയിലാണ്. 151 പന്തിൽ നിന്ന് 85 റൺസ് നേടിയ ഓപ്പണർ സാക്രോളിയുടെ പോരാട്ടമാണ് ഇംഗ്ലണ്ടിന് അല്പമെങ്കിലും പ്രതീക്ഷ നൽകിയത്. അവസാന ദിനം വിജയിക്കാൻ ഇംഗ്ലണ്ടിന് 228 റൺസ് കൂടി വേണം. എന്നാൽ കൈവശമുള്ളത് 4 വിക്കറ്റുകൾ മാത്രമാണ്. അവസാന ദിവസം ഓസീസ് ബൌളർമാരെ പ്രതിരോധിച്ചു നിന്ന് വിജയം പിടിച്ചെടുക്കുക എന്നത് ഇംഗ്ലണ്ടിന് കടുത്ത വെല്ലുവിളിയാകും.
showstopper, be the showrunner. Show how it's done. Come and celebrate the brides of India With Malabar Gold and Diamonds. അന്തരിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ നടക്കും. കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും സംസ്കാരമെന്ന് സംവിധായകൻ രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സിനിമാ രംഗത്തുള്ള പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണത്തിൽ ആദിവാസി വയോധികൻ കൊല്ലപ്പെട്ടു. പുൽപ്പള്ളി വണ്ടിക്കടവ കാട്ടുനായ്ക്ക ഉന്നതിയിലെ കൂമനാണ് മരിച്ചത്. സഹോദരിയോടൊപ്പം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു കടുവയുടെ ആക്രമണമുണ്ടായത്. സഹോദരി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അസമിൽ ട്രെയിനിടിച്ച് 7 ആനകൾ ചെരിഞ്ഞു. അസമിലെ ഹൊജയിലാണ് സംഭവം. സൈറഗ് ന്യൂഡൽഹി രാജസ്ഥാനി എക്സ്പ്രസ് ആണ് ആനകളെ ഇടിച്ചത്. അപകടത്തിൽ ഒരു ആനക്കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടം മൂലം മേഖലയിലെ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുകയായിരുന്ന ആനക്കൂട്ടത്തെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 5 കോച്ചുകൾ പാളം തെറ്റി. എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബംഗാളിൽ ബിജെപി റാലിക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. കനത്ത മൂടൽമഞ്ഞാണ് പ്രതിസന്ധിയായത്. തുടർന്ന് ഹെലികോപ്റ്റർ കൊൽക്കത്ത വിമാനത്താവളത്തിലേക്ക് തിരികെ പോവുകയായിരുന്നു. നേരിട്ട് റാലിയെ അഭിസംബോധന ചെയ്യാൻ സാധിക്കാത്തതിനാൽ ജനങ്ങളോട് ക്ഷമ ചോദിച്ച പ്രധാനമന്ത്രി പിന്നീട് വെർച്വലായി യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.